homeopathy is, in my opinion, I have zero sympathy for them, because that is, I think, a pseudoscience. If you look at the history of medicine, ഈ സാമുവൽ ഹാനിമാൻ എന്ന് പറഞ്ഞ ജർമ്മൻ ഫിസിഷ്യനാണ് ഈ ഹോമിയോപ്പതി കൊണ്ടുവന്നത്. he was a good doctor and he was അയാളാണ് അലോപ്പതി എന്ന് പറഞ്ഞ പേരുണ്ടാക്കിയത്. അന്നത്തെ മെഡിക്കൽ മോഡേൺ മെഡിസിൻ വളരെ പഴഞ്ചനായതുകൊണ്ടും അന്ധവിശ്വാസം നിറഞ്ഞതുകൊണ്ടും. Exactly. Hahnemann was ahead of his time. He was a curious person. അപ്പോൾ അയാള് മോഡേൺ മെഡിസിൻ വാസ് സോ ഹൊറിബിൾ ഇൻ ദോസ് ഡേയ്സ്. ഈ ബ്ലഡ് ലെറ്റിങ്ങും അതൊക്കെ ആയിരുന്നു അന്ന്, ലീച്ചിനെ പിടിച്ച് വെക്കുക. അപ്പോൾ അയാൾ ഒരു കുറേ എക്സ്പെരിമെൻറ്റ് നടത്തി. അതിൽ ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റ് എന്താ വെച്ചാൽ, ഈ സിങ്കോണ ബാർക്ക് എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്. ആ സിങ്കോണ ബാർക്ക് കൊടുത്താൽ മലേറിയ മാറുമായിരുന്നു. അന്ന് മലേറിയനെ പറ്റി, മലേറിയ വൈറസാന്ന്, മലേറിയ പ്ലാസ്മോഡിയം കൊണ്ടാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒബ്സർവേഷനുള്ള ആൾക്കാർ കണ്ടെത്തുമല്ലോ. അപ്പോൾ ഒബ്സർവേഷൻ വെച്ച് അവർ ഈ മലേറിയ ഉള്ള ആൾക്കാർ സിങ്കോണ ബാർക്ക് കൊടുത്താൽ മലേറിയ കുറയും. They didn't even know what malaria was caused by, right? പക്ഷേ he had that observation. So then he decided to give സിങ്കോണ ബാർക്ക് ലോ ഡയല്യൂഷനിൽ പേഷ്യൻസിന് കൊടുത്തു. അപ്പോൾ സിങ്കോണയുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഫീവർ എന്ന് പറഞ്ഞൊരു ഫീവർ ഉണ്ടാക്കും. സിങ്കോണ ബാർക്ക് മലേറിയ ക്യൂർ ചെയ്യും. അതേസമയം സെയിം സിങ്കോണ ലോ ഡോസിൽ കൊടുത്താൽ പനി വരും. നൺ ഓഫ് ദിസ് ഹാവ് എനി സയന്റിഫിക് ബേസിസ്. ഇപ്പം നമുക്കറിയാം മലേറിയ പ്ലാസ്മോഡിയം കൊണ്ടാണ്. സിങ്കോണ എന്ന് ക്വിനൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. ക്വിനൈൻ ഉണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് ഫീവറാണ് ഉണ്ടായതെന്നൊക്കെ. ഒരു കാര്യം നമ്മൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ബേസിക് ഫിസിക്സ്. ഒരു കാര്യം നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചായയിൽ പഞ്ചസാര ഏറ്റവും കുറവ് ചേർക്കും തോറും അതിന് മധുരം കൂടുന്നു പറഞ്ഞാൽ ദാറ്റ്സ് വിഡിത്തല്ലേ. സോ ഹോമിയോപ്പതി ഇൻ മൈ ഒപ്പീനിയൻ ഈസ് ആൻ ആബ്സല്യൂട്ട് സ്യൂഡോ സയൻസ്. ഇറ്റ് വർക്ക്സ് പ്യുവർലി ബൈ പ്ലാസിബോ എഫക്ട്. അപ്പം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഓങ്കോളജിയിലാണ്, വിച്ച് ഈസ് അൺഫോർച്ചുനേറ്റ്. കാരണം ഓങ്കോളജിയിൽ ഒരു മരുന്നും പ്ലാസിബോ എഫക്റ്റ് ഇല്ല, റൈറ്റ്? ഇഫ് യു ഹാവ് ട്രൂ ക്യാൻസർ, സ്റ്റേജ് 4 ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ഒരാൾക്ക് വല്ല വാദം അല്ലെങ്കിൽ സ്കിൻ വാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് പ്ലാസിബോ എഫക്റ്റ് ഇൻ ദോസ് തിങ്സ്. അപ്പോൾ പ്ലാസിബോ എഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്താലും അവരുടെ അസുഖം മാറും, റൈറ്റ്? അപ്പോൾ ഒരു സ്റ്റേജ് 4 ക്യാൻസർ ഉള്ള ഒരാൾക്ക് നമ്മൾ അങ്ങനെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എൻ്റെ അഭിപ്രായത്തിൽ എസ്പെഷ്യലി ക്യൂറബിൾ ആണെങ്കിൽ, റൈറ്റ്? ഇഫ് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ, ലൈക്ക് ഇഫ് സമൺ ഹാസ് അഡ്വാൻസ് പാൻക്രിയാറ്റിക് ക്യാൻസർ, വി ഹാവ് നോ ഗുഡ് ട്രീറ്റ്മെന്റ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇഫ് ദേ വാണ്ട് ടു ഡു ആയുർവേദ, ഹോമിയോ ഓർ വാട്ട് എവർ ദാറ്റ്, ആശ്വാസത്തിന് ഐ ആം ഓൾ ഫോർ ഇറ്റ്. പക്ഷേ ക്യൂറബിൾ ക്യാൻസറിൽ അത് ചെയ്യുന്നത് മോശമാണ്.